السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقوله تعالى أعوذ بالله من الشيطان الرجيم. هو الذي خلقكم من نفس واحدة وجعل منها زوجها ليسكن إليها فلما تغشاها حملت حملا خفيفا فمرت به فلما أثقلت دعوا الله ربهما لئن آتيتنا صالحا لنكونن من الشاكرين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അറിഞ്ഞും അംഗീകരിച്ചും അനുധാവനം ചെയ്തും മുഅ്മിനായി മുത്തഖിയായി ജീവിച്ചു മരിക്കാൻ പഠിക്കണം, പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഒരു സദസ്സിൽ പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കുന്നതിന് നിങ്ങൾക്കാർക്കും വിഷമമല്ലല്ലോ? നമ്മളെ വിഷയം എത്രത്തോളം ഈ സദസ്സിന് പറ്റിയതാണെന്ന് അറിയാനും കൂടിയുള്ളൊരിതാണ്. ഇനിയും കുട്ടികളുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളൊക്കെ ഒന്ന് കൈയൊന്നിക്കി. ഇനിയും മക്കളെ പ്രതീക്ഷിക്കുന്നവർ ഈ സദസ്സിൽ ബാറക്കല്ലാഹു ഫീക്കും, അല്ലാഹു യസീദുക്കും ഇൻഷാ അല്ലാഹ്. ഒരു 5 വയസ്സിന് താഴെ കുട്ടികളുള്ളവരൊക്കെ ഒന്ന് കൈയൊന്നിക്കി. ബാറക്കല്ലാഹു ഫീക്ക്. ഒരു 14 വയസ്സിന് താഴെ കുട്ടികളുള്ളവരൊക്കെ ഒന്ന് കൈയൊന്നിക്കും. മാഷാ അല്ലാഹ്. ഓക്കെ. ഒരു 18-20 വയസ്സിന് താഴെ കുട്ടികളുള്ളവരൊന്ന് കൈയൊന്നിക്കും. ബാറക്കല്ലാഹു ഫീക്ക്. ഓക്കെ. ഏതായാലും പാരൻറ്റിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്യാമ്പയിൻ സമാപനത്തിൽ വളരെ വിശദമായി കുട്ടികളെ വളർത്തുന്നതിനെക്കുറിച്ചും പാരൻറ്റിങ്ങിനെക്കുറിച്ചും കുട്ടികളുടെ വളർച്ചയെക്കുറിച്ചൊക്കെ ഉസ്താദ് സംസാരിച്ചത് നമ്മളൊക്കെ കേട്ടതാണ്. ഇനി അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഇന്നത്തെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ് ഞാൻ, അത് എത്രത്തോളം നിങ്ങൾക്ക് പ്രസക്തമാകുമെന്ന് എനിക്കറിയില്ല, എന്നാൽ പോലും ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ, പാരൻറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തത്, നമ്മളിപ്പോൾ ഒരു കല്യാണമൊക്കെ കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും വിളിക്കുന്ന പേര് കപ്പിൾസ് എന്നാണ്. നമുക്കങ്ങനെ ഒരു ഓർമ്മ ഉണ്ടല്ലേ? എപ്പോൾ ആരും നമ്മളങ്ങനെ വിളിക്കില്ല, ബേജാറാവേണ്ട. വളരെ പെട്ടെന്ന് കപ്പിൾസിലേക്ക് തിരിച്ചു വരും. അതാണ് കാലം. 1, 2, 3 ഒക്കെ കുട്ടികൾ അവർ വേഗം വലുതായി അവരോലെ വൈക്ക് പോയാൽ വീണ്ടും നമ്മൾ കപ്പിൾസായി. ഇപ്പം നിങ്ങൾക്ക് നാട്ടിലൊക്കെ പോയാൽ കാണാൻ ഇഷ്ടം മാതിരി ആളുകൾ അവരിപ്പോൾ കപ്പിൾസാണ്. ആരുമില്ല, ഭാര്യയും ഭർത്താവും മാത്രം വലിയൊരു 4 or 5 റൂമുള്ളൊരു പുരയും ആയിട്ട് ഓല് കപ്പിളായിട്ട് കൂടെയാണ്. ഓൾക്ക് 2 ആക്കി കയറാനുള്ള ഒരു 3 ഡോർ വണ്ടി മതി ഇപ്പോൾ. കാരണം എന്താ, വേറെ ആരും കയറാണ്ടല്ലോ, മക്കളെ വൈക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും കപ്പിൾസ് എന്നൊരു ലെവലിൽ നിന്നിങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും പ്രഗ്നൻസി റിപ്പോർട്ടൊക്കെ വരിക, അല്ലേ? നിങ്ങൾക്കൊക്കെ അറിയാം. അങ്ങനെ പ്രഗ്നൻ്റ് ആണെന്നുള്ള ഒരു റിസൾട്ട് വന്നാൽ അവരുടെ മനസ്സിലെ ആദ്യത്തെ ഹമ്മ് എന്തായിരിക്കും? ഞാൻ കഴിഞ്ഞ മദ്രസ അൽ-ബിദായൽ അബ്ബാസിയിൽ അത് പറഞ്ഞു തുടങ്ങി. ആ കപ്പിൾസ് ഏറ്റവും കൂടുതൽ അവരുടെ ടെൻഷൻ അടുപ്പിക്കുന്ന, അതായത് അടുത്തത് അവരുടെ അന്വേഷണ ത്വര വർദ്ധിപ്പിക്കുന്ന ഒരു മേഖല എന്തായിരിക്കും? നിങ്ങളെ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കി. ഒരു പ്രഗ്നൻ്റ് ആണ് മോള്, അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ആ ഫാമിലി, ആ കപ്പിൾസിനെ ഏറ്റവും ആദ്യം അന്വേഷിപ്പിക്കുന്നവരുടെ ടെൻഷൻ ആളുകളോടൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്തായിരിക്കും? കുട്ടിയാണോ പെണ്ണോ എന്ന് പ്രഗ്നൻ്റ് ആയ ഉടനെ തന്നെ ചോദിക്കുമോ?
ഹോസ്പിറ്റലായിരിക്കും അല്ലേ? അവരടുത്ത സ്റ്റെപ്പ്, അവിടുത്തെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് ഏരിയ അല്ല പിന്നെ ഫോക്കസ് ഏരിയ എന്തായിരിക്കും? ഏത് ഹോസ്പിറ്റലിലായിരിക്കും പോകുക എന്നുള്ളതായിരിക്കും. അതിങ്ങനെ അന്വേഷിക്കും. പൈസ കൂടുതൽ എവിടെയാണ്, ഓപ്പറേഷൻ ഇല്ലാതെ കഴിച്ചിലാക്കി എവിടെയാണ്, അതൊക്കെ കണ്ട് പോകാനും വരാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും കുറച്ച് സമയമായിട്ട് കഴിയും. അപ്പോഴേക്കും വയറൊക്കെ പൊന്തും. പിന്നെ പോലെ ഹമ്മെന്തായിരിക്കും കപ്പിൾസിൻ്റെ? പിന്നെ ഈ മേഖലയിലുള്ള അവരുടെ ഏറ്റവും വലിയൊരു അന്വേഷണത്തോര എന്തായിരിക്കും? കുട്ടിക്ക് പറ്റിയ പേര് അല്ലേ? പിന്നെ ഗൂഗിളിൽ തിരയാൻ തുടങ്ങും. ബെസ്റ്റ് ബോയ്സ് നെയിം, ബെസ്റ്റ് ഫീമെയിൽ നെയിം, അല്ലെങ്കിൽ മുസ്ലിം ബോയ്സ് നെയിം ഒക്കെ തിരയും. ഇതായിരിക്കും സത്യത്തിൽ അള്ളാഹ് ഈ ഒരു മൂമെൻറ്റിനെ കുറിച്ച്, ഈ വൈബില്ലേ, ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആ വൈബിനെ ശരിക്ക് രസകരമായി ചിത്രീകരിക്കുന്ന ഒരു ആയത്തുണ്ട് ഖുർആനിൽ. നോക്കൂ നിങ്ങൾ, എന്തായിരിക്കണം ഒരു നല്ല വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു മതബോധമുള്ള ഒരാളുടെ ആ സമയത്തെ ഹമ്മ് എന്നും കൂടി അള്ളാഹ് അവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ സൂറത്ത് അഅറാഫിലെ 189 ആയത്തുണ്ട്. അള്ളാഹു മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുകയും അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നൊരായത്താണ്. ഹുവല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വജഅല മിൻഹാ സൗജഹാ ലിയസ്കുന ഇലൈഹ. അവനത്രേ നിങ്ങളെ ഒരു ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ചവൻ, നിങ്ങൾ അവളിലേക്ക് സമാധാനമടയാൻ വേണ്ടി. നമ്മളെപ്പോഴും കേൾക്കുന്ന ആയത്താണ്. പക്ഷേ ഇതല്ല നമ്മൾ കേൾക്കൽ, വേറൊരായത്താണ്. നിക്കാഹിന് പോയാൽ കേൾക്കുന്ന ഒരായത്തുണ്ട്, ലിയസ്കുനു ഇലൈഹ അല്ലേ? അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള പറയുന്നൊരു സംഗതി ഉണ്ട്. ഫലമ്മാ തഗശ്ശാഹ, അവളിലേക്ക് അങ്ങനെ പൊതിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവർ കൂടെ ജീവിച്ച് കഴിഞ്ഞാൽ പതിയെ ചെറിയ മാറ്റം ഉണ്ടാവും അവരിൽ. എന്താ? ഹമലത് ഹംലൻ ഖഫീഫ, ഒരു ചെറിയ ഭാരം അവളിങ്ങനെ വഹിക്കും. ആ ഭാരവുമായിട്ട് അവരിങ്ങനെ നടക്കുമ്പോൾ ഫമറത്ത് ബിഹി, അവൾ ആ ഭാരമായിട്ട് ഇങ്ങനെ നടക്കും. നമ്മൾ പറയും 3 മാസമായി ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഇളകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇന്ന സ്ഥലത്താണ്, പണിയൊന്നും എടുക്കാൻ പാടില്ല, വണ്ടി കയറാൻ പാടില്ല, ഓട്ടോറിക്ഷ കയറാൻ പാടില്ല എന്നൊക്കെ ഞങ്ങൾ പറയുന്നൊരു സമയം. അതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്ക് എന്നെ ദിവസം ഇങ്ങനെ ടിക്ക് എന്ന് പറഞ്ഞിട്ട് പാഞ്ഞു പോകും. അപ്പോൾ ഇതിന് ഭാരം കൂടും. അപ്പം അള്ളാഹ് പറയാണ് ഫലമ്മാ അസ്ഖലത്, അങ്ങനെ അവൾക്ക് ആ ഭാരത്തിന്, ആ ഖഫീഫായ ഭാരം അതിങ്ങനെ വെയിറ്റുള്ളതാകും. ഇങ്ങനെ നടക്കുമ്പോഴും പടി കയറുമ്പോഴും സീറ്റിൽ നിന്ന് കിടന്നെടുത്ത് എഴുന്നേൽക്കുമ്പോഴൊക്കെ നല്ലൊരു ഭാരം തോന്നും. അപ്പോഴുണ്ട് ഒരു പ്രാർത്ഥന, ഉള്ളിൽ നിന്നൊരു പ്രാർത്ഥന. എന്താ പ്രാർത്ഥന? അപ്പം അവരെന്താ പറയുക? അവർ ദഅവല്ലാഹ റബ്ബഹുമാ, അവർ രണ്ടുപേരും അവരുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കും. ലഇൻ ആതൈതനാ സ്വാലിഹൻ, നീ ഞങ്ങൾക്കൊരു സ്വാലിഹായ ഒന്നിനെ തരികയാണെങ്കിൽ ലനകൂനന്ന മിനശ്ശാകിരീൻ, ഞങ്ങൾ ആരാകും? നന്ദിയുള്ള അടിമയാകും. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ട്. എന്തിനാ കിട്ടേണ്ടത്? സ്വാലിഹിനെയാണ് കിട്ടേണ്ടത്. സ്വാലിഹിനെ തരികയാണെങ്കിൽ ഞങ്ങൾ നന്ദിയുള്ളവരാകും. എങ്ങനെയാണ് ഈ അടിമക്ക്, ഈ കപ്പിൾസിന് നന്ദിയുള്ളവരാവാൻ കഴിയുക? ഈ ഒരു മേഖലയിലെ നന്ദി എന്ന് പറഞ്ഞാൽ എന്താ? അവർ ആലോചിക്കുകയാണ്, പടച്ചോനെ ഞാൻ ഇതുവരെയുള്ള ഒരു പൊസിഷനിൽ നിന്ന് പുതിയൊരു പൊസിഷനിലേക്ക് മാറുകയാണ്. എൻ്റെ അടുത്തിവിടെ ന്യൂ കപ്പിൾ പാരൻസൊക്കെ ആവാൻ പോകുന്ന ആളുകളുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എന്തായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ? ഒരു വൈഫ് പ്രഗ്നൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരാൾ ഒരു പാരൻറ്റ് കപ്പിൾ എന്ന പൊസിഷനിൽ നിന്ന് ഒരു പുതിയ പദവി ഏറ്റെടുക്കുകയാണ്. ഏതാ പദവി? പ്രൊമോഷൻ കിട്ടാൻ പോവുക പാരൻസ്. ആ പാരൻസ് എന്നൊരു പ്രൊമോഷൻ കിട്ടുമ്പോൾ നമ്മുടെ ഒരുക്കെന്താ? നമുക്കൊക്കെ മനസ്സിലാകുന്നൊരു ഉദാഹരണം പറയാം. ഇവിടെ സ്കൂളിൽ മാഷന്മാരാരുണ്ടോ? ഈ നാട്ടിലെ PSC അല്ലെ ജോലി ചെയ്ത് മാഷന്മാരാരുണ്ടോ? ഇല്ല. കുറേ കാലം മാഷായാൽ കുറച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അയാൾക്കൊരാഗ്രഹം ഉണ്ടാവും, ഒരു HM ആവാൻ അല്ലേ? പക്ഷേ സ്വാഭാവികമായി ചിലപ്പോൾ അയാൾ HM ആവും എന്ന് വിചാരിക്കുക. അല്ലേ HM ആവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? ഇന്നലെ വരെ സാധാരണ ഒരു മാഷായി വന്ന് രാവിലെ ഒപ്പിട്ട് ക്ലാസ് കയറി ഇറങ്ങിപ്പോയ ഒരാൾ പിറ്റേന്ന് രാവിലെ ഒരു മാറ്റവും ഇല്ലാതെ HMൻ്റെ കസേരയെ കുത്തിറിഞ്ഞ് ഒപ്പിട്ടിട്ട് അത് നടന്നാൽ അയാൾക്ക് നടക്കാൻ പറ്റുമോ? ഇല്ല. അയാൾക്ക് ജീവിക്കാൻ പറ്റുമില്ല. HM ആകുമെന്ന് തോന്നിയാൽ തന്നെ അതിൻ്റെ മുമ്പ് നാട്ടിലൊരു പരീക്ഷയൊക്കെ ഉണ്ട്. എന്തിനാ ആ പരീക്ഷ എഴുതിപ്പിക്കുന്നത്? ഇതിൻ്റെ ന്യൂ പൊസിഷൻ്റെ നേച്ചറൊക്കെ ഇയാൾക്ക് പഠിക്കണം. അതൊരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന സംഗതിയല്ല.
അതിൻ്റെ നിയമങ്ങൾ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ കഥയെ പറയുകയാണെങ്കിൽ കോഴിമുട്ടൻ്റെ കണക്കൊക്കെ ഡാറ്റ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഡാറ്റ എൻട്രി ചെയ്യണം. പിന്നെ സിസ്റ്റത്തിൽ ഡി വന്ന് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ക്ലാസ് നോട്ട് എങ്ങനെയാണ് പരിശോധിക്കണം. ഒരു പൊസിഷനിലേക്ക് മാറുമ്പോൾ ആ പൊസിഷന് വേണ്ടിയിട്ട് ഒരുങ്ങുക എന്ന് പറയുന്നത് നേച്ചറാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഒരു സബ് ഇൻസ്പെക്ടറായി SI ആയി ജോലി ചെയ്ത ഒരാൾ ഒരു CI ആയിട്ട് ജോലി ചെയ്യുമ്പോൾ അയാൾ CIയിലേക്ക് പ്രൊമോട്ടഡ് ആവുകയാണെങ്കിൽ അയാൾ അതിനു വേണ്ടി ഒരുങ്ങണം. പക്ഷെ നമ്മളിൽ എത്ര ആളുകൾ കപ്പിൾ എന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹം, ഒരു പൊസിഷൻ, ആ പൊസിഷനിൽ നിന്ന് പാരൻ്റ് എന്നൊരു പുതിയ പൊസിഷനിലേക്ക് പോകുമ്പോൾ പുതിയ പദവിക്കായി പ്രിപ്പയർ ചെയ്യുന്നവർ എത്ര പേരുണ്ട്? പണ്ടൊന്നും അതത്ര ആവശ്യമുണ്ട് എന്ന് വേണേൽ നമുക്ക് പറയാൻ, ആവശ്യമുണ്ടായിരുന്നില്ല. ഒന്നേ ആവശ്യമുണ്ട്, എന്നും ആവശ്യമുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഞാനൊരു പുതിയ പൊസിഷനിലേക്ക് അല്ല എന്നെ പ്രൊമോട്ട് ചെയ്യണേ? ആ പൊസിഷനിൽ എൻ്റെ ടാസ്കുകൾ എന്തായിരിക്കും, എൻ്റെ ചാലഞ്ചുകൾ എന്തായിരിക്കും? എന്താണ് പ്രിപ്പറേഷൻ? എൻ്റെ ടാസ്ക് എന്തായിരിക്കും? ആ പൊസിഷനിലേക്ക് മാറുന്നതോടുകൂടി എനിക്കൊരുപാട് പുതിയ ജോലികൾ വരാൻ പോകുന്നുണ്ട്, പുതിയ ചാലഞ്ചുകൾ ഉണ്ടാവും. അത് നേരത്തെ തന്നെ മുൻകൂട്ടി വിചാരിക്കാൻ പോലും നമ്മുടെ പാരൻസ് റെഡിയല്ല. എന്തുകൊണ്ടാണ് നമ്മൾ ആളുകൾ ഏറ്റവും കൂടുതൽ ഡിപ്രഷനിൽ പെടുന്നത്? പാരൻ്റായി മാറിയതിന് ശേഷം എവിടുന്ന് തുടങ്ങും ഡിപ്രഷൻ എന്നറിയാം? നിങ്ങൾക്ക് പ്രസവിച്ച ഉടനെ തുടങ്ങും. എൻ്റെ സമയം പെട്ടെന്ന് തീരും. ഇപ്പം അടുത്ത് ഞാൻ കുഞ്ഞിനെ കാണാൻ പോയൊരു മോള്, ഞാൻ പഠിപ്പിച്ചൊരു മോളാണ്. അപ്പോൾ അവളെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് കാണേണ്ടതാണ്. ഭയങ്കര സമ്പന്നരായ ആളുകളാണ്. ഒരു പ്രശ്നമില്ല. ആ കുട്ടി ഭയങ്കര ക്വയറ്റ്. അപ്പോൾ വൈഫ്, ഞാൻ പോകുമ്പോൾ വൈഫിനോടായിട്ട് ചോദിച്ചു എന്തൊക്കെയാണ് അവളുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ അവളിപ്പോഴും ആ പ്രസവത്തിൻ്റെ ഷോക്കിൽ നിന്ന് മാറിയില്ല. എന്താ അവൾ വിചാരിച്ചെന്ന് വെച്ചാൽ, പ്രസവമായി മാഷാ അല്ലാഹ് ഗർഭിണിയായി ഒരു കുഞ്ഞൊക്കെ കുഞ്ഞ് പ്രസവം കഴിഞ്ഞാൽ അവൾ ഫ്രീ ആവും. അവൾ നോക്കണം, പ്രസവം കഴിഞ്ഞാൽ എന്താവും? ഫ്രീ ആയി കഴിഞ്ഞാൽ പിന്നെയൊക്കെ ഒരുപാട് സ്വപ്നമുണ്ട്. എങ്ങനെയാണ് എന്തെങ്കിലും നല്ലൊരു ജോലിയൊക്കെ കണ്ടെത്തണം. അതേമാതിരി തന്നെ ഈ ഒരു ലോക്ക് പ്രസവത്തോടു കൂടി എന്താവും? ഫ്രീ ആവും. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ കുറച്ചുകൂടി സ്വാതന്ത്ര്യമൊക്കെ, ഇപ്പോഴത്തെ നല്ലോണം പഠിച്ച കുട്ടികളാണല്ലോ, അവർക്ക് ഒരുപാട് അവരുടേതായ ഒരുപാട് സ്വപ്ന ലോകങ്ങളുണ്ട്. അവരുടെ ജോലി, അതുപോലെ തന്നെ ഒരുപാട് താല്പര്യങ്ങളുണ്ട്. പക്ഷെ പ്രസവിച്ച് കഴിഞ്ഞിട്ടും എന്താകുന്നില്ല? ഫ്രീ ആവുന്നില്ല. പ്രസവിച്ച് കഴിഞ്ഞാലും പിന്നെ കുട്ടികൾ ഓല് വിചാരിക്കുമ്പോൾ ഉറങ്ങാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ മറ്റേ ഒരു മോൻ്റെ ഒരു റീൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ന്യൂ ബോൺ ബേബിനോട് ചോദിക്കുന്നുണ്ട് എന്താ എൻ്റെ പരിപാടി. അപ്പോൾ പറയുന്നുണ്ട് ഒന്നുമില്ല, അപ്പോൾ ഒന്ന് കുറച്ച് ഉറങ്ങണം, എന്നിട്ട് വേണം അന്തിക്ക് മറ്റോലെ രണ്ടാളെ ഉറക്കൊന്ന് പണിയാക്കാൻ. അതേപോലെ അപ്പോൾ ഈ വിചാരിക്കുന്ന സമയത്ത് ഉറങ്ങാൻ പറ്റുന്നില്ല. ഭക്ഷണം കഴിച്ച് ആ വിചാരിക്കുന്ന സമയം പറയുന്ന മാതിരി ഒന്നും ഈ കുട്ടി ഉറങ്ങുന്നില്ല. ഇങ്ങനെ ഇതെല്ലാം ഇനിയും ഞാൻ എന്നാ റിലീസാവുക? കുട്ടീൻ്റെ മൈൻഡാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെയൊക്കെ മക്കൾക്കൊക്കെ വരാൻ പോകുന്നതാണ്. കാരണം എന്താ, ഞാനിനി എന്നാ റിലീസാവുക? എങ്ങനെയാണ് ഈ കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് കുട്ടീനെങ്ങനെ നോക്കി, കുട്ടീനെങ്ങനെ നോക്കി ഇതാക്കി? എന്തേ കാരണം അങ്ങനെ ഒരു പെട്ടെന്ന് ഷോക്ക് ഉണ്ടാവാൻ? ഹൗ ടു ബി എ ഗുഡ് മദർ എന്ന് പ്രഗ്നൻ്റായി വന്നപ്പം തന്നെ ഇവർ ഒരു പ്രിപ്പയർഡ് ആയിരുന്നുവെങ്കിൽ, ഒരു പെണ്ണെന്ന നിലയിൽ പ്രഗ്നൻസി എന്തൊക്കെയാണ്, പ്രഗ്നൻസി കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, അതിനെങ്ങനെയാണ് ഏറ്റവും ഹെൽത്തി ആയിട്ട് ഡീൽ ചെയ്യുക, മെൻ്റൽ ഹെൽത്ത് എങ്ങനെയാണ് സൂക്ഷിക്കുക, ഇത്യാദി കാര്യങ്ങളിലുള്ള ഒരു പ്രിപ്പറേഷൻ. ഇതുപോലെ അവിടെ നിന്ന് അങ്ങോട്ടൊരു വാപ്പയാവുകയാണ്. ആ വാപ്പ എന്നുള്ള നിലയ്ക്ക് എന്തെല്ലാം ചാലഞ്ചുകൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മുടെ ആളുകൾക്കില്ല. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പദവി, ഞാൻ എൻ്റെ പറഞ്ഞ പോയിൻറ്റിൻ്റെ ഒരു ഷോർട്ട് ഇതാണ്, പുതിയ പദവി ഏറ്റെടുക്കാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങണം. അതാണ് പാരൻറ്റിങ്ങിലെ ഒന്നാമത്തെ സ്റ്റെപ്പ്. അതെങ്ങനെ ഒരുങ്ങും? അതിന് അറിവ് നേടണം, ആ വിഷയത്തിൽ അറിവ് നേടണം. ആ വിഷയത്തിൽ ഏറ്റവും പ്രഥമമായ അറിവ് തെറ്റുപറ്റാത്ത റിസോഴ്സിൽ നിന്നാണ്, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും. അള്ളാഹുവിൻ്റെ ഖുർആനിലും ഹദീസിലും ഒരു മാതാവ് പിതാവ് എന്ന നിലയ്ക്ക് എങ്ങനെയാണ് നീ ഡീൽ ചെയ്യേണ്ടത് എന്ന ഒരുപാട് അധ്യാപനങ്ങളുണ്ട്. അത് പഠിക്കണം. അത് മാത്രം പോരാ, അനുയോജ്യമായി കാരണം എന്താ, ഇന്നത്തെ പാരൻറ്റിങ് എന്ന് പറയുന്നത് ബാപ്പയും ഉമ്മയും മാത്രമല്ല പാരൻറ്റിങ് ചെയ്യുന്നത്. ഇന്ന് കലാലയങ്ങൾ പാരൻറ്റിങ് ചെയ്യുന്നുണ്ട് നമ്മുടെ മക്കളെ മേൽ. അവൻ്റെ കൂട്ടുകാർ പാരൻറ്റിങ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ വലിയ പാരൻറ്റിങ്ങിലാണ്. ഈ എല്ലാവരുടെയും പാരൻറ്റിങ്ങിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് ഇന്ന് നമ്മളുടെ പുതിയ തലമുറ എന്ന് പറയുന്നത്. അപ്പം മാതാപിതാക്കൾ എന്ത് ചെയ്യണം? കൂടുതൽ ഒരുങ്ങണം. എവിടെയൊക്കെയാണ് വേലി കെട്ടേണ്ടത്, എവിടെയൊക്കെയാണ് വിഭവങ്ങൾ നൽകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള നല്ല ഒരു പഠനം
ഈ വിഷയത്തിൽ മാതാപിതാക്കൾ നടത്തിക്കൊണ്ടിരിക്കണം. അല്ലാത്തൊരാൾക്ക് അത്ര എളുപ്പമുള്ള പണിയുടെ പേരല്ല പാരൻറ്റിങ്. അപ്പോൾ അത് ഒന്നാമത്തത്. അതുകൊണ്ട് രണ്ടാമത്തത്, ഇന്നത്തെ എന്നല്ല, പ്രത്യേകിച്ച് എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം കുട്ടികളുടെ വ്യക്തിത്വത്തെക്കുറിച്ചാണ്. കുട്ടികൾക്ക് എല്ലാ മനുഷ്യരും കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, അള്ളാഹു എല്ലാവരെയും ഓരോ ഫിത്രത്തിലാണ് സൃഷ്ടിച്ചത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ഫിത്രത്തിലാണ് അള്ളാഹു എല്ലാവരെയും സൃഷ്ടിച്ചത്. അള്ളാഹു ഒരു പ്രത്യേകമായ ഒരു ശുദ്ധ പ്രകൃതി. അത് ഭൂമിയിൽ മനുഷ്യനെല്ലാവരും ഒരേ രൂപത്തിലാണ്, എന്നാൽ ഐറ്റംസ് വ്യത്യസ്തമാണ്. മനുഷ്യേതര ജീവിയും ഇതര മെറ്റീരിയൽസൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ സാധനവും ഓരോ ക്വാളിറ്റിയിലുണ്ടായത്. അതിന് വ്യത്യസ്ത ക്വാളിറ്റിയാണ്. ആ ഗ്രൂപ്പ് ഒന്നും ആയിരിക്കില്ല. ഇപ്പോൾ ഗോൾഡ് ഉണ്ട് നമ്മുടെ മുമ്പിൽ, സ്വർണ്ണുണ്ട് നമ്മുടെ മുമ്പിൽ, ഡയമണ്ട് ഉണ്ട് നമ്മുടെ മുമ്പിൽ, മെറ്റലായിട്ട് തന്നെ സിൽവർ ഉണ്ട് നമ്മുടെ മുമ്പിൽ, ചെമ്പുണ്ട്, ഓടുണ്ട്. ഇതിന് ഓരോന്നിനും ഓരോ പ്രകൃതിയാണ്. എന്നിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഒരു മെറ്റൽ, ഒരു ഗോൾഡ്, ഉദാഹരണത്തിന് ഗോൾഡ് എടുക്കുക. ഗോൾഡിനെ ഏറ്റവും നന്നായി ശുദ്ധീകരിച്ച് പ്യൂരിഫൈ ചെയ്തെടുത്താൽ, എല്ലാ ശ്രദ്ധയും കൊടുത്ത് നന്നാക്കി കൊണ്ട് നടന്ന് നന്നായി അത് പ്രൊഡക്റ്റ് ചെയ്തെടുത്താൽ എന്താ കിട്ടുക? നമുക്ക് എന്താ കിട്ടുക? ലോകത്തെ എല്ലാ പ്യൂരിഫിക്കേഷൻ മെറ്റീരിയൽസും ഫെസിലിറ്റി ഉപയോഗിച്ച് ഒരു ഗോൾഡ് നമ്മൾ പ്യൂരിഫൈ ചെയ്തെടുത്താൽ എന്താ കിട്ടുക? നല്ല ഗോൾഡാണ് കിട്ടുക. ശരിയല്ലേ? നല്ല ഗോൾഡാണ് കിട്ടുക. പക്ഷെ അതിനെ ഡയമണ്ട് ആക്കാൻ പറ്റുമോ? ഡയമണ്ട് ആക്കാൻ പറ്റില്ല. ഒരു സിൽവർ ശുദ്ധീകരിക്കുന്നു. വെള്ളി ഏറ്റവും നന്നായി ശുദ്ധീകരിച്ച് വളരെ നല്ല, ഒരു മാലിന്യവും ചേരാതെ, ഒരു മായവും ഇല്ലാതെ വൃത്തിയായി അത് ശുദ്ധീകരിച്ചെടുത്ത് ഉൽപ്പാദിപ്പിച്ചെടുത്തു എന്ന് വിചാരിക്കുക. നമ്മളെന്താ പറയുക? പ്യൂരിഫൈ ചെയ്തെടുത്തു വിചാരിക്കുക. എന്താ കിട്ടുക? നമുക്ക് എന്താ കിട്ടുക? ശുദ്ധമായ സിൽവറാണ് കിട്ടുക. സിൽവറിന് ഒരിക്കലും എന്താക്കാൻ പറ്റില്ല? ഗോൾഡ് ആക്കാൻ പറ്റില്ല. എങ്ങനെ ബാക്കിയൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്തോളൂ, കാരണം എൻ്റെ സമയം അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചപ്പോഴും ഓരോരുത്തർക്കും പറ്റിയ ഒരു പ്രകൃതി അള്ളാഹ്ക്ക് ഈ ദുനിയാവിൽ ആവശ്യമുണ്ട്. ഈ ഇവിടുത്തെ ഇമാറത്തുൽ അർള്, ഭൂമിയുടെ സാംസ്കാരികവും മാനുഷികവും മാനവികവുമായ എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യാവുന്ന പ്രകൃതത്തിൽ വ്യത്യസ്തമായിട്ടാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത്. നിങ്ങളൊക്കെ വിരലുമേൽക്ക് നോക്കി നിങ്ങൾക്ക് അറിയാം, അറബിയിലൊരു പ്രയോഗമുണ്ട്, അന്നാസു അജ്നാസു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ്? മനുഷ്യൻ വ്യത്യസ്തമാണ്. ഏതുപോലെ? വിരൽ പോലെ. ഒരു വാപ്പൻ്റെ മക്കൾ വ്യത്യസ്തമാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ ഒരു കോപ്പി ഉണ്ടാക്കാൻ പാടില്ല. രണ്ട് കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, നമ്മളുടെ കോപ്പിയല്ല നമ്മുടെ മക്കൾ, നമ്മുടെ കോപ്പിയല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരെ നബിൻ്റെ കോപ്പിയാക്കാൻ ശ്രമിച്ചിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹുവിന് ഒരു പ്രകൃതിയാണ്, ഉമർ റളിയല്ലാഹുവിന് വേറൊരു പ്രകൃതിയാണ്, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹുവിന് വേറൊരു പ്രകൃതിയാണ്. എല്ലാവർക്കും അവരുടെ, ബിലാൽ റളിയല്ലാഹുവിന് വേറൊരു പ്രകൃതിയാണ്. എല്ലാവരും അവരവരുടെ പ്രകൃതിയിൽ ആ സമൂഹത്തിൽ ആവശ്യമുള്ളവരായിരുന്നു. അവരതിൽ പെർഫെക്റ്റ് ആയിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ഒന്നും സമൂഹത്തിൽ എണ്ണാൻ മാത്രമുള്ള ഒരു യോഗ്യതയൊന്നുമില്ല. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹുവിനാണ് ബാങ്കിൻ്റെ കാര്യത്തിൽ സമൂഹത്തിൻ്റെ തലപ്പത്ത് നിർത്താൻ പറ്റിയത്. അബൂബക്കർ റളിയല്ലാഹു വിളിച്ചിട്ടില്ല, ഉമർ റളിയല്ലാഹു വിളിച്ചിട്ടില്ല. അതേപോലെ തന്നെ ചില സ്ഥലത്തേക്ക് യുദ്ധത്തിന് പറഞ്ഞയക്കുമ്പോൾ നബി ചില ആളുകൾ വിളിച്ചിട്ട് കൊടി കൊടുക്കും. അത് അപ്പുറത്തുള്ള വയസ്സും ഒന്നും പരിഗണിച്ചിട്ടല്ല, അത് അവരെ പരിഗണിച്ചിട്ടാണ്, അവരുടെ നേച്ചർ പരിഗണിച്ചിട്ടാണ്. അപ്പോൾ എല്ലാറ്റിനും പറ്റിയ വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചത്. അപ്പം നമ്മുടെ ജോലി എന്താണ്? അള്ളാഹു സൃഷ്ടിച്ച ഈ ശുദ്ധ പ്രകൃതിയിൽ വളരാനുള്ള എല്ലാ പരിസരങ്ങളും സുരക്ഷയും നൽകി വളർത്തുക എന്നതാണ്. പക്ഷേ നമ്മൾ ആഗ്രഹിച്ച പോലെ പ്രകൃതിയിൽ മാറ്റം വരുത്താൻ പാടില്ല. കാരണം അള്ളാഹിൻ്റെ ഫിത്രത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും മാറ്റം വരുത്താൻ പറ്റൂല എന്നല്ല പറഞ്ഞത്. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫൻ ഫിത്രത്തല്ലാഹി അല്ലത്തി ഫത്തറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ്. അള്ളാഹുവിൻ്റെ ഹൽക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വർത്താൻ പറ്റില്ല. ഇപ്പോൾ കുട്ടികളെ, ഇപ്പോൾ ഞങ്ങളെപ്പോലത്തെ അധ്യാപകരോടൊക്കെ ഏറ്റവും കൂടുതൽ മാതാക്കളും പിതാക്കളും ഒക്കെ കംപ്ലൈൻറ്റ് പറയുന്ന സംഭവമാണ് എന്താണ്? കുട്ടികളുടെ ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റി അല്ലേ? ഒരു വലിയൊരു കേസാണ് ടീനേജിൽ. ഇന്നത്തെ കുട്ടികളെ, ടീനേജ് എന്നല്ല, ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെയുള്ളൊരു സംഗതിയാണ്. ഇപ്പോൾ ചില കുട്ടികളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഭയങ്കര കുരുത്തക്കാടാണ് അച്ചങ്ങായിക്ക്. അമ്മോന് എന്താന്ന് ഓൻ ചെയ്യാന്നറിയോ? ഓൻ വീട്ടിൽ നിന്ന് മാത്സ് ഒക്കെ ഉള്ള ദിവസം കുട്ടിക്ക് പേടിയാണ്. കാരണം ഓന് അന്ന് ബോക്സ് കൊണ്ടുവന്നാൽ പുറന്നിട്ട് അതിൻ്റെ കോമ്പസ് എടുത്തിട്ട് ഓൻ്റെ മുന്നിൽ കുത്തിരിക്കുന്നവൻ ഓൻ അറിയാതെ ഇങ്ങനെ കുത്തും, അറിയാണ്ട്. എന്നിട്ട് എന്താ അവിടെ ഇങ്ങനെ ചോര പൊടിയും. അപ്പോൾ ഓൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരു കേസ് നമ്മൾ കേസ് സ്റ്റഡിയിലൊക്കെ വരുന്നതാണ്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയിൽ നിങ്ങൾ കാണുന്ന നെഗറ്റീവ് ഒരുപാട് നമ്മൾ കാണും. പക്ഷേ ഈ കുട്ടിയിലൊരു പോസിറ്റീവ് ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓന് ചോര ഇഷ്ടമാണ്. ശ്രദ്ധിച്ചോ? ഓന്
ചോര കാണുന്നത് ഇഷ്ടമാണ്. അവനെ ആ പോസിറ്റീവിലൂടെ വളർത്തി എന്തുണ്ടാവുക എന്നറിയോ? ഓനെ പറ്റുന്ന പല പണിയുണ്ട്. പട്ടാളക്കാരനാക്കാൻ പറ്റുമോനെ? ചോര കണ്ടാൽ തല ഇറങ്ങി വീഴുവാറ് ചിലവര്. ഓനെ പറ്റുമോ? നമ്മളെ നാട്ടിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, നമ്മൾ നടന്നു പോകുന്ന ഇടത്തിൽ നമ്മളെ മക്കളിൽ നമ്മളെ മോനെ പറ്റി എപ്പോഴും പറയും ഓൻ ഭയങ്കര കുരുത്തക്കേടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. ഓൻ വലുതായി വന്നു. നമ്മൾ നടന്നു പോകുന്ന ഇടത്തിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഒരു പെണ്ണിൻ്റെ മേക്കൂടെ കയറ് കയറിയിട്ട് ഇറങ്ങി, ചവിട്ട് പൊടിയായിപ്പോയി. എല്ലാ മനുഷ്യരും ഇങ്ങനെ സ്റ്റക്കിച്ച് നിൽക്കും. എന്ത് ചെയ്യും? ഓൻ ഇങ്ങോട്ട് ഓടി വന്നിട്ട് പറയും വിരിക്കുങ്ങളെ തട്ടം എന്ന് പറയും. ഇങ്ങനെ ഒരു മാമനെ വിളിച്ചിട്ട് പറയും വിരിച്ചിട്ട് ആ തട്ടത്തിലേക്ക് ആ ബോഡിൻ്റെ കഷ്ണമൊക്കെ വാരി വലിച്ചിട്ട് അതിലേക്ക് അടുത്ത് തരും. എന്നിട്ട് ആംബുലൻസിൽ വെച്ചിട്ട് അവിടെ കൊണ്ടുപോകും. എത്ര ആളെ കിട്ടും? നിങ്ങൾക്ക് കിട്ടൂല. അപ്പോൾ എല്ലാ തരത്തിലുള്ള പ്രകൃതികളിലും ആ പ്രകൃതിയെ നമ്മൾ മാറ്റാതിരിക്കുക. നമ്മളിപ്പോൾ സൈക്കോളജി പറയും ഇൻട്രാവേർട്ട് എക്സ്ട്രാവേർട്ട് എന്നൊക്കെ പറയും, ഒക്കെ ആവശ്യമുള്ളതാണ്. ഞാൻ പറയുന്നത് നമ്മളെല്ലാം ഇപ്പോൾ മക്കളെ പഠിപ്പിക്കുകയാണ്. എല്ലാവരും ഡയമണ്ട് ആവണോ? ഡയമണ്ട് ആവണ്ട. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ചിന്തിച്ച് നോക്കി, നല്ല മാർക്കുണ്ട്, അതിൻ്റെ അർത്ഥം സ്മാർട്ട് ആവേണ്ടെന്നല്ല, എല്ലാവരും ഡോക്ടർ ആവണോ? നമ്മുടെ ഒരു മോള് 3 മക്കളിൽ ആദ്യത്തെ 2 ആളും നമ്മൾ വിചാരിച്ച മാതിരിയൊക്കെ നീറ്റോ ജെയ്യോ ഒക്കെ പാസ്സായി. ഒരു മോന് ഒരു മാർക്കുമില്ല, വലിയ മാർക്കൊന്നുമില്ല, അല്ലെ ഓന് വലിയ താല്പര്യമില്ല. ഓൻ പറഞ്ഞെങ്കിൽ TTC മതി എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റുന്നില്ല, ഇത്രയും ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിപ്പിച്ച് ഇത്രയും പൈസയൊക്കെ ആയിട്ട് TTC എടുക്കുക. ഓൻ പറഞ്ഞെങ്കിൽ TTC ചെയ്തു. ഓൻ എന്ത് ചെയ്തു? ഓൻ TTC അവസാനം എൻ്റെ നിർബന്ധത്തിന് വാങ്ങി TTC ആക്കി PSC ചെയ്ത് ഉടനെ തന്നെ ഓന് TTC പിന്നെ ഒരു ജോലിയും കിട്ടി. ആ നാട്ടിൽ ഒരു 15-20 കൊല്ലം കഴിഞ്ഞപ്പോൾ നോക്കുന്ന ആ നാട്ടിലെ ഏറ്റവും നല്ല കഴിവുറ്റൊരു അധ്യാപകൻ, അവൻ്റെ കയ്യാലെ ആയിരക്കണക്കിന് തലമുറകൾ നന്നായി, നിങ്ങൾ കണ്ടില്ലേ നാഷണൽ അവാർഡൊക്കെ നേടുന്ന അധ്യാപകന്മാർ കണ്ടില്ലേ? അവൻ അധ്യാപകനായി. ഓൻ ഏതാ ഹൈറ്? അങ്ങനെ ഒരു അധ്യാപകൻ നാട്ടിൽ വേണ്ടേ? നല്ല തലമുറകളെ വളർത്തി ഡോക്ടറും എഞ്ചിനീയറും ആയി വരുന്ന ഇതുപോലത്തെ അധ്യാപകൻ്റെ കയ്യിൽ. അപ്പം അങ്ങനെ വേണ്ടി വരും. അതുകൊണ്ട് ഓനെ തളർത്തിയതല്ല, അല്ലേ ഒരു സ്ഥലത്ത് ഓൻ്റെ മൂഡ് അങ്ങനെ കൊടുത്തത്. അപ്പം ആ മൂഡിനെയാണ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടത്. ഒരു മൂഡും ചെറുതല്ല, ഭൂമിയിലുള്ള ഒന്നും ചെറുതല്ല. ഇത് മനസ്സിലാക്കിയാൽ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കിടയിലുള്ള കമ്പാരിസൺ മൂലം ഉണ്ടാകുന്ന ടെൻഷനുകൾ, ഓൻ്റെ കാര്യം ഞാൻ നോക്കണ്ട, മാഷാ അല്ലാ, ഓൻ്റെ കാര്യമായിട്ട് പോകും, ഓളെ കാര്യം അങ്ങനെ തന്നെ, ഓളെ ട്യൂഷനൊക്കെ ഈ ഇവനുണ്ടല്ലോ എനിക്ക് ഒരു നിലക്കും പൊറപ്പിക്കാൻ പറ്റുന്നില്ല. ഇവൻട്ട് പഠിക്കുന്നുമില്ല, പറഞ്ഞാലും കേൾക്കൂല, ഹോംവർക്കും ചെയ്യൂല, സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞിങ്ങനെ കേട്ട് കുത്തിരിക്കും, പരീക്ഷൻ്റെ തലേന്നൊക്കെ പഠിക്കുള്ളൂ. അങ്ങനെ എത്ര നമ്മൾ പറയും, ഇവനും കൊടുക്കണ്ടേ ഞാൻ ഒരേ ഫീസ്? അപ്പം നമ്മൾ വിചാരം എന്താ? ഒരേ ഫീസ് കൊടുത്താൽ ഒരേ സ്കൂളിൽ പഠിപ്പിച്ചാൽ എല്ലാ കുട്ടികളും ഒരേ ലെവലിൽ സെൽഫ് മോട്ടിവേറ്റഡ് ആവുന്ന? അങ്ങനെ ഉണ്ടാവില്ല. ഈ റിയാലിറ്റി തിരിച്ചറിയലാണ് പാരൻറ്റിങ്ങിൻ്റെ ഒരു വിജയം. റിയാലിറ്റിയെ തിരിച്ചറിയുക. അപ്പോൾ ആ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് അള്ളാഹും റസൂലും നമ്മളെ ഏൽപ്പിച്ച പണിയും നമ്മുടെ സൗകര്യങ്ങളും അവരെ വളർത്തുക. അവർ വളരുന്നത് ഒരു അള്ളാഹു നിശ്ചയിച്ചൊരു ഫിത്രത്തിലാണ്. അവരെ സമൂഹത്തിന് ആ ഫിത്രത്തോടു കൂടി ആവശ്യമുണ്ട്. തിരുത്താൻ പറ്റുന്നതും തിരുത്തേണ്ടതില്ലാത്തതുമായതുണ്ട്, അത് തിരിച്ചറിയുക എന്നതാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? കുട്ടികൾ എന്ത് കോലത്തിൽ സ്വഭാവത്തിൽ വളർന്നാലും അതിലൊന്നും കയ്യേക്കണ്ടെന്നല്ല. തിരുത്താൻ പറ്റുന്നതുണ്ട്, തിരുത്താൻ പറ്റാത്തതുണ്ട്. ഇപ്പം ഏതുപോലെ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഞാൻ ഇന്ന് എവിടുന്ന് ഒന്ന് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത 2 വേർഡ് പറയാം. അറബിയിൽ നമ്മൾ പറയുന്ന സാധനമുണ്ട് കെസിൽ, അജിസ്. നിങ്ങൾ ഇവിടുത്തെ ഉസ്താദ്മാർക്കൊക്കെ അറിയാം. കെസിൽ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മടി. ഒരു പ്രാർത്ഥന നിങ്ങൾ കേട്ടില്ല, അല്ലാഹു മിന്നി അഊദു ബിക മിനൽ അജ്സി വൽ കെസിലി. എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അജ്സ് എന്ന് പറഞ്ഞാൽ വയ്യായി തന്നെയാണ്, കെസിലോ അത് വയ്യായി തന്നെ. പക്ഷേ കസിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കഴിവുണ്ടായിട്ടും ചെയ്യാതിരിക്കുന്നതിൻ്റെ ഫീലിങ്ങിനാണ് എന്ത് പറയുക? കെസിൽ. കെസിൽ എന്ന് പറഞ്ഞാൽ അല്ലാ യഅമല മഅ ഖുദ്റതിഹി, അത് ചെയ്യാനുള്ള കഴിവുണ്ടായിട്ടും ചെയ്യാതിരിക്കുക, അതാ കെസിൽ. അജ്സോ, അജ്സ് അവന് അത് ചെയ്യാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് ചെയ്യാതിരിക്കുക. അത് രണ്ടും നമ്മൾ വ്യത്യാസമുണ്ട്. അപ്പോൾ കെസില്, ടൈപ്പ് ഓഫ് കെസില് അത് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതാ. അജ്സിനെ ആ അജ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്, അത് കീപ്പപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് നമ്മളിവിടെ. അതിനെ എന്ത് ചെയ്യുക? ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ അള്ളാഹു ഉദ്ദേശിച്ചൊരു തലത്തിലേക്ക് അവൻ വളരും. നമ്മുടെ മക്കളെ തന്നെ ഉദാഹരണം എടുത്ത് നോക്കിയാൽ മതി. അതിന് മാത്രമല്ല, ഇതൊക്കെ കഴിഞ്ഞ് കുറേ എത്തുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചീത്തറിഞ്ഞ മോനായിരിക്കും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടും ഏറ്റവും നല്ല ശമ്പളവും വാങ്ങി വേഗത്തിൽ ജോലി കയറി പെർഫെക്റ്റ് ആയിട്ട് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് വളരുക. മറ്റൊരു ചിലപ്പം ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് വാപ്പയില്ല അമ്മയില്ല ഓലോലെ റിസർച്ചും കാര്യമൊക്കെ ആയിട്ട് ഒരു വഴിക്ക് പോയിട്ടുണ്ടാവും. അതൊന്നും തെറ്റാണെന്നല്ല പറയുന്നത്, പക്ഷേ വാപ്പയമ്മയൊക്കെ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അവിടേക്കാണ് നമ്മൾ അവരെ കൊണ്ടുവരേണ്ടത്. ഇനി രണ്ടാമത്തെ പോയിൻ്റ് അതാണ്. മൂന്നാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ ആണ് എപ്പോഴും പരാതിക്കാർ. ആരെക്കുറിച്ചാണ് പരാതി? ആരെക്കുറിച്ചാണ് പരാതി? മക്കളെക്കുറിച്ച്.
മക്കളെക്കുറിച്ച് പരാതി ഇല്ലാത്ത ആളുകൾ കുറവാണ്. ഞാൻ ഈ പറഞ്ഞ ഒരു 20 വയസ്സിൻ്റെ കീഴെ ഇപ്പോൾ മക്കളുള്ള ഒരുവിധം രക്ഷിതാക്കൾക്കൊക്കെ കംപ്ലൈൻ്റ് ഉണ്ട്. ആരെക്കുറിച്ചാണ് കംപ്ലൈൻറ്റ്? മക്കളെക്കുറിച്ച്. ആർക്കാ കംപ്ലൈൻറ്റ്? രക്ഷിതാക്കൾക്ക്. ആര് മാറാത്തതിൻ്റെ പേരിലാണ് കംപ്ലൈൻറ്റ്? മക്കൾ മാറാത്തതിൻ്റെ പേരിൽ. നമ്മൾ മാറാത്തതിൻ്റെ പേരിൽ നമുക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഒരു രസം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ പ്രശ്നം എന്താ അറിയോ? അതൊരു ഉദാഹരണത്തിലൂടെ പറയാണ്. പൈപ്പിൽ വെള്ളം വരുന്നില്ല, ഭയങ്കര കംപ്ലൈൻറ്റ് പെണ്ണുങ്ങൾ വിളിച്ചിട്ട് അല്ലേ? അല്ലെ നമ്മൾ എന്താ പൈപ്പിൽ വെള്ളം ഇല്ലാത്തത്? അവസാനം എന്ത് ചെയ്യും? നമ്മളെ ഇതൊക്കെ എപ്പോഴും ചെയ്തിരുന്ന പ്ലംബർ ഉണ്ടാവും തൊട്ടപ്പുറൻ്റെ അടുത്തുള്ള. അവന് വയറിങ്ങാരൻ കുറച്ച് ക്വാളിറ്റി കുറവാണെങ്കിലും അവനെ വിളിക്കുള്ളൂ. കാരണം എന്താ, ഓന് കൊടുത്താലേ ഈ പെട്ടെന്ന് എന്തെങ്കിലും മെയിൻ്റനൻസ് വരുമ്പോൾ വിളിച്ച ഓടി വരുള്ളൂ. അതുകൊണ്ട് ഓരെന്നെ കൊടുക്കുമ്പോൾ പുറൻ്റെ പൈപ്പ്. അപ്പോൾ വന്ന് നോക്കുമ്പോൾ എന്താ അറിയോ, താത്ത നിങ്ങളെന്തിനാ ഈ വിളിച്ച് കൂവുന്നത്? മോട്ടറിലിട്ടിട്ടല്ലാതെ മുകളിൽ വെള്ളം കയറിയിട്ടില്ല, ടാങ്കിൽ വെള്ളമല്ല. ടാങ്കിൽ വെള്ളമില്ലാത്തതുകൊണ്ടാണ് എന്തിൽ വെള്ളാത്തത്? പൈപ്പിൽ വെള്ളമില്ലാത്തത്. നമ്മളെ പല കംപ്ലൈൻറ്റിൻ്റെയും കഥ അങ്ങനെയാണ്. നമ്മൾ ടാങ്കിൽ വെള്ളമല്ല, എന്നിട്ട് പൈപ്പിൽ വെള്ളം വരണമെന്ന് വിചാരിക്കുകയാണ്. നമ്മളൊരുപാട് നിർബന്ധമായി നമുക്കുണ്ടാവേണ്ട കുറേ സാധനമുണ്ട്. ആദർശം, പ്രയോറിറ്റി, മഹാറാത്ത്, നമ്മൾക്കുടെ കലകൾ, നമ്മളുടെ മാതൃക, നമ്മളുടെ ഇങ്ങനത്തെ ഒരു മനുഷ്യനെ മൊത്തത്തിൽ മാറ്റുന്ന, ഒരു മനുഷ്യൻ്റെ നിലവാരത്തെ ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് പരിവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് ആ ഗ്രാഫ് പൊന്തും. ഈ 5 സാധനങ്ങൾ നിങ്ങൾ മാറുന്നതിനനുസരിച്ച് നിങ്ങളെ ഗ്രാഫ് പൊന്തും. ആ ഗ്രാഫ് പൊന്തുന്ന 5 കാര്യങ്ങളുണ്ട് എന്നാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതിൽ ഒന്നാമത്തേത് പ്രിൻസിപ്പിൾസ് ആൻഡ് ഐഡിയോളജിയാണ്. ഒരു മനുഷ്യൻ്റെ ആദർശം, അറബിയിൽ അതിന് ഖനാഅത്ത് എന്ന് പറയും. നിങ്ങളുടെ ആദർശം എത്ര പ്യൂരിഫൈ ആണ്, എത്ര ഡെപ്ത് ഉള്ളതാണ്, എത്ര ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആദർശം എന്നൊന്നും മലയാളത്തിൽ നിങ്ങൾ അർത്ഥം തപ്പിയ ഡിക്ഷണറി കാണൂല. ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? ശരിക്ക് ഖനാഅത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൂർണ്ണമായ മനസ്സിൻ്റെ ഒരു ഉറച്ച സംതൃപ്തിക്കാണ് ഖനാഅത്ത് എന്ന് പറയാം. എല്ലാ മനുഷ്യരും അവരെ പൂർണ്ണ സംതൃപ്തരാകുന്ന ഒരു ആദർശം ലോകത്തിലുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു പക്ക കമ്മ്യൂണിസ്റ്റുകാരന് ആ കമ്മ്യൂണിസം എന്ന് പറയുന്ന അദ്ദേഹത്തിന് പൂർണ്ണമായി സമാധാനം കൊടുത്ത് അയാളെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ആദർശമായിരിക്കും. അതിനുവേണ്ടി അദ്ദേഹം മരിക്കാൻ പോലും തയ്യാറാവും. ഒരു മുസ്ലിം അങ്ങനെ തന്നെയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കുറിച്ച്, അവൻ്റെ മതത്തെക്കുറിച്ച്, വേദഗ്രന്ഥത്തെക്കുറിച്ച്, പ്രവാചകനെക്കുറിച്ച്, ആ പ്രവാചകൻ പഠിപ്പിച്ച ജീവിതത്തെക്കുറിച്ച്, വരാനിരിക്കുന്ന മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു അടിയുറച്ചൊരു ആദർശം, അത് എത്ര നിങ്ങളത് സ്ട്രോങ് ആവും തോറും നിങ്ങളുടെ നിലവാരം എന്താവും? മാറും, ഐഡിയോളജി മാറും. അങ്ങനെ നമുക്ക് കാണാം. ഇപ്പോൾ ഒരാൾ അങ്ങനെ പാരാ നടന്ന ഒരു മനുഷ്യൻ കുറച്ച് ക്ലാസ്സൊക്കെ കേട്ട് ദീനിനോട് ഇങ്ങനെ അടുത്തടുത്ത് വരികയും വിചാരിച്ചോളി. എന്താ ഉണ്ടാവുക? നമുക്ക് അയാളിൽ എന്താ കാണാൻ പറ്റുക? അയാളെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ പടിപടിയായിട്ട് മാറുന്നത് കാണാൻ പറ്റും. ആദർശം നമ്മൾ വലുതാക്കുക. അപ്പോൾ ആ ആദർശത്തിൻ്റെ കരളുറപ്പിൽ ജീവിക്കുന്ന നമ്മുടെ പരിസരത്ത് വളരുന്ന മക്കൾക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തായിരിക്കും? ആ ആദർശത്തിൻ്റെ പരിസരത്തും അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ക്വാളിറ്റികളായിരിക്കും, മൂല്യങ്ങൾ, ഖിയം എന്ന് പറയും, വാല്യൂസ്. ആ വാല്യൂസിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയും നടത്തില്ല. അപ്പോൾ കുട്ടികളും കാണുന്നുണ്ട്. ഉദാഹരണത്തിന് വേഗം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ഉദാഹരണമാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ പറ്റി നിങ്ങൾ വിചാരിച്ചു. ഒരു നല്ല പൊസിഷനിൽ ജോലി ചെയ്യുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, അയാളെ സംബന്ധിച്ചിടത്തോളം എന്താ, അയാൾ ഇങ്ങനെ ഇന്ത്യൻ്റെ എല്ലാ പരിസരത്തും അയാൾ എന്ത് ചെയ്യേണ്ടി വരും? ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാ പരിസരത്തും, ഇപ്പോൾ കേരളത്തിലൊരു കോഴിക്കോട് മലബാർ പോലത്തെ ഒരു സ്ഥലത്ത് നല്ല ഒരു അനുകൂല സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം പോപ്പുലേഷനും മൂല്യങ്ങളൊക്കെ ഉള്ള ഒരു നാട്ടിൽ ജീവിക്കുന്ന ഒരാളുടെ ലൈഫ് സ്റ്റൈൽ, അയാൾ അവിടെ വളരുമ്പോൾ കുട്ടികളും അങ്ങനെ തന്നെയാണ് വളരുക. അവിടെ പള്ളി തൊട്ടടുത്തുണ്ട്, എല്ലാ വക്തും നിസ്കാരമുണ്ട്, വെള്ളിയാഴ്ച ജുമാണ്ട്, മലയാള കുത്തുബുണ്ട് എന്നൊക്കെ അങ്ങനെ വിചാരിക്കുക. പെട്ടെന്ന് അവർക്ക് രാജസ്ഥാനിലോ അതല്ലെങ്കിൽ പിന്നെ പഞ്ചാബിലോ അതുപോലെ വേറെ എട്ടെങ്കിലും ട്രാൻസ്ഫർ ആവും 2 കൊല്ലം, അടുത്ത 2 കൊല്ലം. അവിടെ പോയി മുസ്ലിങ്ങൾ തന്നെ ഉണ്ടാവില്ല, പള്ളി തന്നെ ഉണ്ടാവില്ല. അങ്ങനെ അല്ലേ വേറെ അതുപോലെ തന്നെ അവർ പഠിക്കുന്ന സ്കൂളിൻ്റെ ചുറ്റുപാട് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു പരിസരത്തേക്കും പോകുന്നു. അപ്പോൾ ഈ കുട്ടികൾ വാപ്പനെ കാണുകയാണ്. വാപ്പ കേരളത്തിൽ ജീവിച്ചപ്പോഴും പഞ്ചാബിൽ ജീവിച്ചപ്പോഴും ചണ്ഡീഗഡിൽ ജീവിച്ചപ്പോഴും ബീഹാറിൽ പോയപ്പോഴും ഡൽഹിയിൽ വർക്ക് ചെയ്തപ്പോഴും കാശ്മീരിൻ്റെ ഉള്ളിൽ പോയപ്പോഴും ഒക്കെ ഉപ്പൻ്റെ റൊട്ടീൻ ഈക്വലാണ്. അദ്ദേഹത്തിൻ്റെ വാല്യൂസ് മാറുന്നില്ല, വാല്യൂസ് സെയിം. അദ്ദേഹം ഇപ്പോൾ ആൽക്കഹോൾ നാട്ടിൽ നിന്ന് കുടിക്കാറുണ്ടായിരുന്നില്ല, പക്ഷെ വളരെ
പിന്നെ വളരെ സുലഭമായി ആൽക്കഹോൾ ഉപയോഗിക്കുന്ന കടുത്ത തണുപ്പ് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഏരിയയിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവരുടെ ജോബിൻ്റെ ഭാഗമായി തന്നെ അവർക്ക് റേഷൻ കിട്ടുന്നുണ്ട്. എന്ത് വൈനും മറ്റ് ആൽക്കഹോൾ കിട്ടുന്നുണ്ട്, അവരത് യൂസ് ചെയ്യുന്നു. പക്ഷെ അവിടെ പോയിട്ടും വാപ്പ അത് ഉപയോഗിക്കുന്നില്ല. കുട്ടികൾ കാണും. എന്താ കാരണം എന്നറിയോ? മൂല്യങ്ങൾ പരിസരവും നാടും അനുസരിച്ച് മാറൂല. അപ്പം മാറാത്തതുണ്ട് എൻ്റെ മനുഷ്യൻ്റെ ജീവിതത്തിൽ, മാറാതെ കൊണ്ട് നടക്കാൻ പറ്റും എന്ന് കുട്ടികൾ നോക്കിക്കാണുമ്പോൾ ആ വാല്യൂസ് അവരിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടും, അവരിൽ വേരുറക്കപ്പെടും. അതാണ് ഒന്ന്. രണ്ടാമത്തത് നമ്മുടെ ഇഹ്തിമാമാത്താണ്. അതായത് നമ്മുടെ പ്രയോറിറ്റി. നിങ്ങളുടെ പ്രയോറിറ്റിയെ നിങ്ങൾ ഇപ്പോഴുള്ള പ്രയോറിറ്റിയിൽ നിന്ന് കുറച്ചുകൂടി സ്ട്രിക്റ്റായ, കുറച്ചുകൂടി വൃത്തിയായ, കുറച്ചുകൂടിയും പിന്നെ എന്താ പറയുക വാല്യബിളായ ഒരു പ്രയോറിറ്റിയിലേക്ക് മാറ്റി നോക്കി. ആ പ്രയോറിറ്റി, ഈ ആദർശം മാറുമ്പോൾ സ്വാഭാവികമായിട്ടും സെക്കൻഡ് മാറും. ഫസ്റ്റ് മാറുമ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ ഖനാഅത്ത് അഥവാ നമ്മുടെ വാല്യൂസ് ആൻഡ് ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസവും ആദർശവും മാറിയാൽ നമ്മുടെ പ്രയോറിറ്റി മാറും. പ്രയോറിറ്റി അതുവരെ വേറെ പല, ഇപ്പം നമ്മളെ ഗൾഫിൽ തന്നെ നിങ്ങൾ നോക്കി, ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഈ ദീനും കാര്യമൊന്നും ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ പ്രയോറിറ്റിയാണ്. ഇപ്പം ഇന്നൊരു ഗാനമേള നടക്കുന്നുണ്ട്, അവിടെ എങ്ങനെയെങ്കിലും എത്തുക എന്നുള്ള അയാളുടെ വളരെ പ്രയോറിറ്റിയാണ്. പക്ഷേ എവിടുന്നോ ഒരു മലയാള കുത്തുബ അറിയാണ്ട് നേരം വൈകിയപ്പോൾ കയറിയ പള്ളിയിൽ നിന്ന് ഒരു മലയാള കുത്തുബ, അത് അയാളുടെ മനസ്സിൽ ഭയങ്കര സ്ട്രൈക്കായി. അടുത്ത വെള്ളിയാഴ്ച ഒന്ന് കേട്ടാൽ തിരക്കടില്ല, അതിൻ്റെ അടുത്ത വെള്ളിയാഴ്ച പിന്നെ വെള്ളിയിൽ വരാൻ തുടങ്ങി. അങ്ങനെ മൂപ്പര് മെല്ലെ മെല്ലെ ഇതിനോടൊക്കെ അടുത്തപ്പോൾ വെള്ളിയാഴ്ച അയാളുടെ പ്രയോറിറ്റി എന്തായിരിക്കും? ഒരു യുണൈറ്റഡ് സ്കൂളിൽ ഗാനമേള ഉണ്ട്, സെൻട്രൽ സ്കൂളിൽ ഒരു മുജാഹിദ് ബാലുശ്ശേരിൻ്റെ ഒരു നല്ല പ്രസംഗമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി എന്തായിരിക്കും? മാറി. വെള്ളിയാഴ്ച ഔട്ടിങ്ങാ, രാത്രി 12 മണി 1 മണി 2 മണിക്കാണ് വരിക. കാരണം എന്താ? ശനിയാഴ്ച ഒരു 9 മണിക്ക് എണീച്ചാൽ മതി. പക്ഷേ ഈ ഒരു രീതിയിലേക്ക് മാറിയ ആളെ പ്രയോറിറ്റി മാറി. കാരണം എന്താ? ഓൻ്റെ ഉള്ളിൽ നിന്ന് കത്താൻ തുടങ്ങും, രാവിലെ സുബൈയുണ്ട്, സുബൈക്ക് ഇരിക്കണം. അപ്പോൾ പ്രയോറിറ്റി മാറ്റുക. മൂന്നാമത്തത് മഹാറാത്ത്. ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനെ പറ്റി ഒരു പരാതിയും കംപ്ലൈൻറ്റ് പറയാൻ അവകാശമില്ലാത്തവരാണ് ഇപ്പോഴത്തെ പാരൻസ് എന്ന് ഞാൻ പറയാം. ഇപ്പം ഞാനൊക്കെ എൻ്റെയൊക്കെ ഏജിൻ്റെ താഴെയുള്ള പാരൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചോദിച്ച 18 വയസ്സ് മക്കൾ, 5 വയസ്സ് 4 വയസ്സ് മക്കളൊക്കെ ഉള്ള ഉണ്ടാവേണ്ട പാരൻസ് എന്ന് പറയുന്ന ആരാ? അവർ ടെക്നോളജി ഏജിൽ ഇറയിലുള്ള ആളുകളാണ്. അവർ ടെക്നോളജി ഇറയിൽ ജീവിച്ചാലാണ്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടറൊക്കെ കണ്ടേനെ. ഞാൻ സൂക്കിൽ ചുമയെന്ന് കമ്പ്യൂട്ടറിൻ്റെ സാധനം വാങ്ങിക്കൊണ്ടുവന്നിട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ എന്നാണ് കണ്ടത്. പിന്നെ അവിടെ നിന്ന് മേടി അന്നിങ്ങനെ കേൾക്കാനും ഡോസ് ഉണ്ട്, വിൻഡോസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്നുള്ള ആളുകൾ അങ്ങനെയാണോ പാരൻസ്? എന്നിട്ട് നമ്മൾ കംപ്ലൈൻറ്റ് പറയാണ് മക്കൾ എന്തൊക്കെയാണ് ഇതുകൊണ്ട് കാട്ടിക്കൂട്ടുന്നത്, നമുക്കൊരു പിടുത്തമില്ല. ഓലയിലൂടെയൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത്, ഒന്നും ചെക്ക് ചെയ്യാൻ മോനെ എനിക്കറിയില്ല എന്ന് നമ്മൾ പറയും. പക്ഷെ ഇന്നത്തെ ഒരു ന്യൂ കപ്പിൾസ് അല്ലെ ഇന്നത്തെ ഒരു ന്യൂ പാരൻസിന് അങ്ങനെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. കാരണം എന്താ? അവർ ടെക്നോളജി യുഗത്തിൽ ജീവിച്ച ആളുകളാണ്. നമ്മൾ ടെക്നോളജി യുഗത്തിലേക്ക് ഹിജ്റ വന്ന ആളുകളാണ്, മൈഗ്രേറ്റ് ചെയ്ത ആളുകളാണ്. അപ്പോൾ അവർക്ക് അറിയണം എന്ത് വേണം? ഇന്നത്തെ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഒപ്പം ഓലും സഞ്ചരിക്കണം. അതാണ് മഹാറാത്ത്. ലൈഫ് സ്കില്ലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ പറയാത്ത നമ്മളെ സഹോദരിമാരോടും സഹോദരന്മാരൊക്കെ തന്നെ ഉണ്ട്. സഹോദരിമാരടക്കം ഞാൻ പറയാം, ഇപ്പം നമ്മൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് പെണ്ണുങ്ങൾ എന്ത് നോക്കിയിട്ടാ? യൂട്യൂബ് നോക്കിയിട്ടാ അല്ലേ? കുറച്ച് കഴിഞ്ഞാലോ അടുക്കളയിലായി. നിങ്ങൾ AI പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പെണ്ണുങ്ങൾ നിർബന്ധമായിട്ട് AI പഠിക്കും. കാരണം അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാക്കണ AI വേണ്ടി വരും. അവിടേക്ക് പോവുക. അപ്പം ഇത് പഠിച്ചെടുക്കണം. ഒരുപാട് സമയം നമ്മുടെ മുമ്പിലുണ്ട്. മഹാറാത്ത് എത്ര കൂടുതൽ വർദ്ധിപ്പിക്കുന്നുവോ അത്രയും കൂടുതൽ നമ്മുടെ നിലവാരം വർദ്ധിക്കും. അത് പഠിച്ചെടുക്കണം. നാലാമത്തത് നമ്മളുടെ കുതുവാത്താണ്. അതുപോലെ തന്നെ അലാഖാത്ത്, റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മക്കൾ എങ്ങനെ വളരണം എന്നതിന് വളരെയേറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സംഗതിയാണ് നമ്മളുടെ റിലേഷൻഷിപ്പ്. മക്കളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയാ നമുക്ക് കംപ്ലൈൻറ്റ്. നിങ്ങൾ ചിന്തിച്ച് നോക്കി, നമ്മളിൽ എത്ര ആളുകൾ മക്കളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്? പക്ഷെ നമ്മളിൽ ആരെങ്കിലും നമ്മളെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടൊരു പുനർചിന്തന നടത്തിയിട്ടുണ്ടോ? നമ്മുടെ റിലേഷൻഷിപ്പ് ആരുമായിട്ടാ? നമ്മുടെ റിലേഷൻഷിപ്പ് റെസ്പെക്റ്റഡായ, വാല്യബിളായ, മൂല്യങ്ങളെ ബഹുമാനിക്കുന്ന ആളുകളുമായിട്ടാണെങ്കിൽ നമ്മുടെ മക്കളുടെ റിലേഷൻഷിപ്പും സ്വാഭാവികമായിട്ടും നമ്മളുടെ റിലേഷൻഷിപ്പുള്ള ഫാമിലികളുമായിട്ടായിരിക്കും, അവരുടെ മക്കളുമായിട്ടായിരിക്കും. അതിൻ്റെ ഒരു വാല്യൂസ് അവരുടെ കയ്യിലുണ്ടാകും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെയാണ് ഹീറോ. നമുക്കൊക്കെ നമ്മുടെ മക്കൾക്ക് ഓരോരുത്തർക്കും ഹീറോ ഉണ്ട്. എന്നാൽ നമ്മളെ ഹീറോനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. നമുക്കും ഹീറോ ഉണ്ട്. നമ്മുടെ ഹീറോ ആരാ? ആ ഹീറോയിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്തു വരും. നമ്മുടെ ഹീറോ റസൂലും സഹാബികളും
ഇസ്ലാമിക വിപ്ലവ നായകന്മാരും പണ്ഡിതന്മാരും ഇമാമുമാരും ഒക്കെ ആയി മാറുകയാണെങ്കിൽ നമ്മുടെ മക്കളും അതിൽ റെസ്പെക്റ്റഡ് ആവും. അവർക്ക് ഭയങ്കരമായ അതിനോടുള്ള ഭയങ്കരമായ ഒരു ഇതുണ്ടാവും. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഞാൻ നമ്മുടെ ഇസ്ലായി മൊത്തം കുവൈത്തിലെ മൊത്തം മലയാളി കുറച്ചൊക്കെ റിലീജിയസ് സൈഡിൽ ജീവിച്ച ആളുകളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു 5-10 കൊല്ലത്തിൻ്റെ ഇങ്ങോട്ടുള്ള നമ്മുടെ റമളാനിലെ കുട്ടികൾക്കിടയിലുണ്ടായ മാറ്റം, എസ്പെഷ്യലി നമ്മുടെ മിഷാരി അൽ അഫാസിയൊക്കെ രംഗത്ത് വന്നതിന് ശേഷം ഉണ്ടായ മാറ്റം എന്താ? നമ്മുടെ മക്കൾക്ക് ഖിയാമുൽ ലൈലിന് പോകാൻ എന്ത് ഭയങ്കര ആഗ്രഹം. പിന്നെ അവരുടെ തള്ളെന്തായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മളെ പല ആളുകൾക്കറിയാം. നമ്മളെ മക്കൾ നേരത്തെ പോകാൻ നിർബന്ധിക്കും. എന്തിനാ? മസ്ജിദുൽ കബീറിൽ അല്ലെങ്കിൽ അൽ റാഷിദ് പള്ളിയിൽ മുന്നിലത്തെ സഫ് കിട്ടാൻ. എന്തിനാ മുന്നിലത്തെ സഫ്? സലാം വീട്ടി ഒട്ടനെ മിഷാരിക്ക് കൈയൊടുക്കാൻ. നമ്മളെ മക്കൾ തിക്കും തിരക്കും കൂട്ടി നമ്മൾ കണ്ടില്ലേ? എന്നാൽ അതേ സ്ഥാനത്ത് മറ്റൊരു ജനറേഷൻ എവിടെയായിരുന്നു? ആരായിരുന്നു അവരുടെ ഹീറോ? കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മളെ അജ്മൽ ഒരു ചെറിയ അര മിനിറ്റുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. തൊപ്പിയും അവൻ്റെ 2-3 ഫ്രണ്ട്സും കൂടിയും കമ്പ്യൂട്ടർ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് നമ്മുടെ വോട്ട് ചോരിനെ കുറിച്ചുള്ള ചർച്ച, ഇതെന്താ സാധനം എന്ന് ചോദിക്കുന്നത്. എന്നിട്ട് അജ്മൽ പറയുന്നുണ്ട്, ഈ വീഡിയോ നിങ്ങളെ മക്കളെ കൊണ്ടുപോയിട്ട് കാണിക്കണം. അവിടെ മക്കളോട് നിങ്ങൾ ചോദിക്കണം, എന്തെന്ന്, നിങ്ങൾ ഇതിൽ വോട്ട് ചോരി എന്താ നിങ്ങൾക്കറിയുമെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അറിയില്ല എന്നൊരു പറയും എന്ന് വിചാരിക്കുക. പക്ഷെ നിങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കണം, എന്നാൽ ഇതിലുള്ള മറ്റേ ആളെങ്ങനെ അറിയോ? ഇത് പറയുന്നവനറിയോ? അത് ഞാൻ അറിയാതെ ആരാ? തൊപ്പിയാണ്. അപ്പോൾ തൊപ്പിനറിയാം. പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും ഗൗരവമായ റിയാലിറ്റികളുമായിട്ടൊന്നും ഒരു ബന്ധവും നമ്മുടെ മക്കൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ അവരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ റിലേഷൻഷിപ്പും നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ ഹീറോയും കുട്ടികളുടെ ഹീറോ ആരാണ്? അവരെ നല്ലതിലേക്ക്, അവരുടെ ഹീറോ ഇമാമുമാരായി മാറുക, അവരുടെ ഹീറോ സഹാബികളായി മാറുക, അവരുടെ ഹീറോ പണ്ഡിതന്മാരായി മാറുക. അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറയും. നിങ്ങൾ കുട്ടികൾ കളിക്കുകയാണ്, ഇങ്ങനെ നോക്കുമ്പോൾ അവർ വേൾഡിൽ അറിയപ്പെടുന്ന മുഫ്തി മങ്കിൻ്റെയോ ഉമർ സുലൈമാൻ്റെയോ ക്ലിപ്പൊക്കെ കേൾക്കുകയാണ്. എന്നിട്ട് അതിലിങ്ങനെ ആവേശം കൊള്ളുകയാണ് എന്ന് കാണുമ്പോൾ നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറയും. എന്താ? അവരുടെ റിലേഷൻഷിപ്പ്, അവരുടെ ഹീറോ മാറിയിട്ടുണ്ട്. അവർ അങ്ങനെ മാറി വരുന്ന ഹീറോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊന്ന് മാറിയാൽ നമ്മുടെ മക്കളിൽ ഈ പറഞ്ഞ മേഖല ഒന്ന് മാറ്റിയാൽ നമ്മുടെ മക്കളുടെ ഈ 5 മേഖലയും മാറും. ഇനി അവസാനത്തത്, സമയമില്ല, ഇനി 3-4 മിനിറ്റും കൂടിയുള്ളൂ. 14-നാണ് ബാങ്കില്ലേ, 15-ന്. മക്കൾ എന്തൊക്കെ ആക്കിയിട്ടാണ് നിങ്ങളിപ്പോൾ സമാധാനത്തിൽ അള്ളാൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുക എന്ന് വിചാരിക്കുന്നത്? പ്ലാൻ ചെയ്ത് വെച്ച് മക്കളെ പഠിപ്പിച്ച്, അല്ല ഡിഗ്രി എടുപ്പിച്ച്, PG ഒക്കെ കഴിഞ്ഞ്, അല്ല കല്യാണമൊക്കെ കഴിപ്പിച്ചിട്ട് വേണം എനിക്കൊന്ന് സ്വസ്ഥാവാനല്ലേ നമ്മൾ വിചാരിച്ച് കുത്തിരിക്കുന്നത്. നമ്മളൊക്കെ വിചാരം ഇതൊക്കെ ആവുകയോളം നമ്മളിവിടെ ഉണ്ടാവുന്ന, എന്നിട്ട് ഇതുപോലെയൊക്കെ ആവുന്ന നമ്മൾ വിചാരിക്കുന്നത്. നിങ്ങൾ അങ്ങനെയൊന്നും പേടിക്കണ്ട, അതൊന്നും വിചാരിക്കണ്ട. മറിച്ച് ഞാൻ പറയുന്നു നിങ്ങളോട്, ഒരു ജനിച്ചത് മുതൽ ഒരു 10, 18, 20 വയസ്സ് വരെയുള്ള രക്ഷിതാക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ ഈ 10-18 കൊല്ലത്തെ വിഷയത്തിൽ 5 ശക്തികൾ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ നേടിക്കൊടുത്താൽ നിങ്ങൾ അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരൊറ്റ ആശങ്കയും വേണ്ട. ഓരോ എവിടെയെങ്കിലും ജീവിച്ചോളും ഭൂമിയിൽ. 5 കാര്യങ്ങൾ. അത് തർത്തീബ് അനുസരിച്ചൊന്നല്ല ഞാൻ പറയുന്നത്. 1, അവരുടെ ഫിറ്റ്നസ്. ഈ 18 കൊല്ലം 20 കൊല്ലം നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ മക്കളെ തരികയാണ്, അള്ളാഹ് തരികയാണ്. ഈ കാലത്ത് നിങ്ങൾക്ക് അവർക്കുണ്ടാവേണ്ട ശക്തി പവറാണ്, ക്വാളിറ്റി അല്ല, ജസ്റ്റ് ക്വാളിറ്റി അല്ല, പവർ. ആ പവർ ഏതാണ്? ആ പവറിൽ 1 അവരുടെ ഫിറ്റ്നസ്. അവർ കളിച്ചിട്ടും ഓടിയിട്ടും പാഞ്ഞിട്ടും, ഇനിയിപ്പം വലുതായി ഒക്കെ കഴിഞ്ഞാൽ കുറച്ച് ജിമ്മിലൊക്കെ പോയിട്ട് എന്തായാലും വേണ്ടില്ല, അവർ ഫിസിക്കലി നല്ല ഫിറ്റ്നസ്സാണ്. ആ മേഖലയിൽ നല്ല ഉറക്ക്, അവർക്ക് കൃത്യസമയത്ത് ഉറങ്ങി ശീലിപ്പിച്ച്, അവരെ നല്ല ഭക്ഷണം കഴിപ്പിച്ച്, ഫാസ്റ്റ് ഫുഡുകളിൽ നിന്നൊക്കെ പരമാവധി പുറത്താക്കി, അങ്ങനെ ഓട്ടിസവും അതുപോലത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ അവർക്ക് നല്ല സേഫ്റ്റി, സെക്യൂരിറ്റി കൊടുത്ത് നിങ്ങൾ അവരെ അവരുടെ ആരോഗ്യ വിഷയത്തിൽ നിങ്ങൾ അവരെ വളർത്തി. 1. നമ്പർ 2, അവരുടെ റിലീജിയൻ സൈഡ്. അതായത് അവർ തന്നെ സ്വയം അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് അവരുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ ഏൽപ്പിക്കുകയും അള്ളാഹുവിന് വേണ്ടി അവർ ഇബാദത്ത് ചെയ്യുകയും അള്ളാഹുവിൻ്റെ താല്പര്യങ്ങളെയും റസൂലിൻ്റെ ചര്യകളെയും ഒക്കെ അവർ സ്വയം പഠിക്കുകയും ശ്രവിക്കുകയും അതിനോട് റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ റിലീജിയസ് സൈഡ്, ആ റിലീജിയസ് പവർ നിങ്ങൾ, അതായത് സെൽഫ് പവർ, അതായത് ഒരു പരമ്പരമായി അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടത്ത് കൂടുന്ന റിലീജിയസ് അല്ല. അവർ ഒറ്റപ്പെടുമ്പോഴും അവർ ആളുകൂടെ പരിസരം മാറുമ്പോഴും നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോഴും അവരുടെ റിലീജിയസ് സൈഡ് അവർ എന്ത് ചെയ്യും? കീപ്പപ്പ് ചെയ്യും എന്ന ഒരു പവർ. അപ്പം റിലീജിയസ് പവർ നിങ്ങൾ കൊടുത്തോളി. ആ കാര്യത്തിൽ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. 10-20 കൊല്ലം. 2ാമത്തെ പവർ. 3ാമത്തെ പവർ ലാംഗ്വേജ് പവർ.
നിങ്ങൾ ജീവിക്കുന്ന പരിസരത്തുള്ള മദർ ലാംഗ്വേജ്, നമ്മളിപ്പോൾ മലയാളികളല്ലാത്തത്, ഇപ്പോൾ കേരളക്കാരല്ലാത്ത തമിഴ്നാട്ടുകാരോ അതുപോലത്തെ ഏതായാലും ലോക്കൽ ലാംഗ്വേജിന് പകരം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ലാംഗ്വേജുകളിൽ മിനിമം 1 അല്ലെ 2 അറബി ഇംഗ്ലീഷ്, ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ അറബി ഇംഗ്ലീഷ്, 2 ഇൻ്റർനാഷണൽ ലാംഗ്വേജ് പവർ. അതെന്ന് പറഞ്ഞാൽ അറബി ഇംഗ്ലീഷും വായിക്കാൻ അറിയുകയും പറയുകയല്ല. ഒരു ലാംഗ്വേജ് പഠിക്കുന്ന സമയം പോകുന്നത് കൊണ്ട് ഞാൻ എക്സ്ട്രയിലേക്ക് പോകുന്നില്ല. ഒരു ലാംഗ്വേജ് അറിയാമെന്ന് പറഞ്ഞതിൻ്റെ മാനദണ്ഡം എന്താണെന്നറിയോ? നമ്മൾ പല ആളുകളും മനസ്സിലാക്കിയത് ലാംഗ്വേജ് എഴുതാനും വായിക്കാനും അറിയാം. എൻ്റെ മോൻ ഇംഗ്ലീഷ് അറിയാം ഉദാഹരണത്തിന്, അല്ലെങ്കിൽ എനിക്കറിയാം എന്ന് പറയില്ലേ. സത്യത്തിൽ എപ്പോഴും നമുക്കൊരു നമ്മളത് ഉമ്മയുടെ ഭാഷ അല്ലാത്തത് അറിയാമെന്ന് പറയാന്ന് വെച്ചാൽ, ആ ഭാഷയിൽ ജനിച്ച ഒരാൾ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ അല്ലെ പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലായെന്ന ലെവലിൽ നമ്മൾ എത്തിയാൽ അപ്പം നമുക്ക് പറയുന്നതെന്ന് ആ ഭാഷ എനിക്കറിയാം. ഇപ്പോൾ നമ്മളെ നാട്ടിലാണ്, നമ്മൾ കേരളത്തിൽ നിന്ന് പറയുമ്പോൾ മനസ്സിലാവും. ഒരു ടൂറിസത്തിനങ്ങാ വന്ന ഒരു ചങ്ങായി ടൗസർ കൊടുത്തൊരു ഒരു ഇംഗ്ലീഷുകാരൻ ഇങ്ങനെ പോകുന്ന നിലക്ക് ബൈക്ക് പിടിച്ചിട്ട് നമ്മൾ മദ്രസ ഇട്ട് വരുന്ന മോനോടോ മോളോടോ ചോദിക്കാൻ ഇവിടെ എവിടെയെങ്കിലും ടോയ്ലറ്റ് ഉണ്ടോ ഉദാഹരണത്തിന് ചോദിക്കാൻ വിചാരിച്ചോളൂ. ഓൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കട്ടെ, ഞാൻ അല്ലാതെ കട്ടെ. അയാളുടെ നാടൻ ഫീലിങ്ങിൽ നമ്മളിവിടുത്തെ ഒരു അറബി ബാബ ഓൻ ഹമ്മാം ഹിനിന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെ ഓൻ ചോദിച്ചു വിചാരിക്കുക. ആ മോൾക്കത് തിരിഞ്ഞിക്കെങ്കിൽ നിങ്ങൾക്ക് പറയാം 20% ആ ഭാഷ നമുക്കറിയാം. അങ്ങനെ അറിയാനും പറയാനും എക്സ്പ്രസ് ചെയ്യാനും അങ്ങനെ ചെയ്യാൽ ആ നിലയിലുള്ള ലാംഗ്വേജ് ക്വാളിറ്റി, അത് അറബിയും ഇംഗ്ലീഷും നമ്മുടെ മക്കൾക്ക് നിങ്ങളൊരു 10-18 കൊല്ലം കൊണ്ട് അവരുടെ ലാംഗ്വേജ് പവർ നിങ്ങൾ അവർക്ക് സേഫാക്കി ആ പവർ നിങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ടോ? അത് 3-മത്തേത്. 4-മത്തേത് അവർക്ക് പ്രൈമറി സ്കിൽസ്, നമ്മൾ പറയുന്ന ഡ്രൈവിങ്, നീന്തൽ, കമ്പ്യൂട്ടർ, ഇങ്ങനത്തെ ഈ ലൈഫ് സ്കില്ലുകൾ നിങ്ങൾക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ 5-മത്തേത് വായനശീലം. എവിടെ പോയാലും റീഡിങ് ഹാബിറ്റ് അവരിൽ ഉണ്ട് വിചാരിക്കുക. അപ്പോൾ ഇസ്ലാമൊക്കെ വളരെയേറെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഗതിയാണ് റീഡിങ് ഹാബിറ്റ് എന്നുള്ളത്. ഈ 5 ശക്തികൾ നിങ്ങൾ 10-18 കൊല്ലത്തിൻ്റെ ഇടയിൽ നിങ്ങൾ ഇതിൽ ഫോക്കസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരേത് ഫീൽഡിൽ പഠിച്ചാലും ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ദേ വിൽ ബി സേഫ്. അവർ ലോകത്തിൻ്റെ ഏത് നിങ്ങൾ എപ്പോൾ അതിൻ്റെ അടുക്ക് മരിച്ചു വിചാരിക്കുമോ, അല്ലെങ്കിൽ നിങ്ങളെ ഭാര്യനെ മുയ്യൽ ഒരു അല്ലാ കദ്ദറല്ല അങ്ങനെയൊന്നും ഇല്ലാതെക്കട്ടെ, നിങ്ങളും ഭാര്യയായിട്ട് തെറ്റി മക്കളെല്ലാം കൂടി ഭാര്യൻ്റെ കൂടെ പോയി, ഉമ്മൻ്റെ കൂടെയാണല്ലോ തോന്നി മക്കൾക്ക്, കാരണം കല്യാണ മന്ത്രം കൂടുതലും ഉമ്മ പറയുന്നതായിരിക്കല്ലേ കേൾക്കുമ്പോൾ. ഇനി ഗൾഫിൽ നിന്ന് എത്ര ഫോൺ ചെയ്താലും ചിലപ്പോൾ കിട്ടില്ല. ഇതൊക്കെ നമ്മുടെ ഇടയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും, അവർ ലോകത്തിലെവിടെയും ജീവിച്ചോളും, നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങളില്ലെങ്കിലും ഒരു ജീവിച്ചോളും. എന്നാൽ നമ്മൾ ഇതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യില്ല. എന്നിട്ടാണ് നമ്മൾ മക്കളെ ഭാവിനെക്കുറിച്ച്, എന്നിട്ട് നമ്മളെ ബാങ്ക് ബാലൻസ് മുഴുവനും കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി എടുത്തി അതും കൊളാക്കിയിട്ടും വരും. ഞാൻ അവസാനിപ്പിക്കാൻ, ഇങ്ങനെയൊക്കെ പോയാൽ പക്ഷേ അവസാനത്തത് ഇതൊക്കെയാണെങ്കിൽ ചിലപ്പോൾ റൂട്ട് തിരിഞ്ഞ് കുത്തും. അപ്പോഴും എന്താണെന്നറിയോ, ബേജാറാവരുതെന്നാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളുടെ പരീക്ഷയിലാണ് നമ്മൾ പാസ്സാവേണ്ടത്. മക്കൾ എന്ന പരീക്ഷയിൽ, മക്കളുടെ പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടും എന്നതിനേക്കാളും ഉപരി അള്ളാഹു മക്കൾ എന്നൊരു പരീക്ഷ നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ പാസ്സാവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡോണ്ട് ബി പാനിക്. ഇനി മക്കൾ ഈ പറഞ്ഞ റിസൾട്ടിലല്ല വന്നതെങ്കിൽ പോലും നിങ്ങളുടെ യാത്ര അവിടെ അവസാനിപ്പിക്കരുത്. ആ ബസ് ഇറങ്ങേണ്ടി പോലെ ഇറങ്ങിയിട്ട് പോവുക, നിങ്ങളെ യാത്ര വീണ്ടും സിറാത്തുൽ മുസ്തഖീമിലൂടെ പോവുക. തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സാലിഹായ മക്കളായി ജീവിച്ച് മരിക്കാൻ നമ്മുടെ മക്കൾക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാളെ കൺകുളിർമയായി നമ്മളോടൊപ്പം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന സന്താനങ്ങൾ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.